കർത്താവ് ഒരവസരം കൂടി ഇങ്ങനെ നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബ്രദർ ജോൺസൺ എൻ്റെ ഹെൽത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. താങ്ക് യു. നിങ്ങൾ എല്ലാവരും വളരെ കോൺഷ്യസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതിന് എല്ലാവരോടും നന്ദിയുണ്ട്. എൻ്റെ കണ്ണിൽ പ്രഷർ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ഗ്ലൂക്കോമ അത് പെട്ടെന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ കാഴ്ച ചില സമയത്ത് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടാറുണ്ട്. ആദ്യം ഒരു മരുന്ന് തന്നു, പിന്നെ 2 തന്നു, ഇപ്പോൾ ഒരു ദിവസം 3 മെഡിസിൻസ് ആണ്. ഈ 3 മെഡിസിൻസിന്റെ കോക്ടെയിലും കൊണ്ട് കൺട്രോളിൽ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ദൈവജനം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാം ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 24 വരെയുള്ള വാക്യങ്ങൾ കവർ ചെയ്തിരുന്നു. ഗലാത്യർ 3-ന്റെ 24 വരെ നമ്മൾ കവർ ചെയ്തു. ഇന്ന് ഗലാത്യർ 3-ന്റെ 25 തൊട്ട് നമുക്ക് മുൻപോട്ട് പോകാനാണ്. എന്നാൽ 3-ന്റെ 25 നാം വായിക്കുന്നത്, വിശ്വാസം വന്ന ശേഷമോ നാം ഇനിയും ശിശുപാലകന്റെ കീഴിലല്ല. മുൻപോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവവചനത്തിൽ ഇങ്ങനെയുള്ള ചില പ്രത്യേക പദങ്ങളുണ്ട്. ശിശുപാലകൻ, സ്ഥാനാപതി, അടിമ, ക്രിസ്തുവിന്റെ അടിമ. ഈ വാക്കുകളൊക്കെ വളരെയധികം അർത്ഥമുള്ള വാക്കുകളാണ്. എൻ്റെ പുതിയ നിയമത്തിൽ ആത്മീക സത്യങ്ങളും ആത്മീക ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. അതുകൊണ്ട് ഇവ വളരെ സീരിയസ്ലി നമ്മൾ പഠിക്കുകയും ആവർത്തിച്ച് ഓർക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചത്, അന്നത്തെ കാലത്ത് ഒരു സാധാരണ ഒരു വെൽ ടു ഡു കുടുംബത്തിൽ ഡസൻ കണക്കിനോ 100 കണക്കിനോ അടിമകൾ ഉണ്ടായിരുന്നു. ഈ അടിമകളുടെ ഇടയ്ക്ക് ചിലർ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അടിമകൾക്ക് ആ ഫാമിലിയിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റി കൊടുത്തിരുന്നു. അവരാണ് ശിശുപാലകന്മാര്. അത് അത്ര നല്ലൊരു വാക്കല്ല. ഇംഗ്ലീഷിലുള്ള സ്ലേവ് ടീച്ചർ എന്നുള്ളതാണ് കുറച്ചുകൂടെ നല്ല ഒരു ട്രാൻസ്ലേഷൻ. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അടിമകൾക്ക് പ്രത്യേകം ചുമതല കൊടുക്കുമായിരുന്നെന്നുള്ളത് പഴയ നിയമം തൊട്ട് നാം കാണുന്നു. യോസേപ്പാണ് അതിന്റെ ബെസ്റ്റ് ഉദാഹരണം. പോത്തിഫറിന്റെ ഭവനത്തിൽ കംപ്ലീറ്റ് ചാർജ് യോസേപ്പിന് കൊടുത്തിരുന്നു. അപ്പം എഡ്യൂക്കേറ്റഡ് ആയിട്ടും കാര്യശേഷി ഉണ്ടായിരുന്ന അടിമകൾക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല, ഉടമസ്ഥന് വേണ്ടി എല്ലാ ബിസിനസ്സും നടത്തുന്ന കാര്യം അങ്ങനെ കൊടുത്തിരുന്നു. ഇന്ന് നാം ജീവിക്കുന്ന സൊസൈറ്റീസിൽ ഇങ്ങനെയുള്ള ആളുകളില്ല. അതുകൊണ്ട് ഈ ഉടമസ്ഥന് വേണ്ടി എല്ലാം കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സുകാരെ കുറിച്ച് നമ്മളിൽ ഒരു നല്ല ശതമാനം ആളുകൾക്ക് അറിയത്തില്ല, അല്ലെ നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള സഹോദരന്മാർ ചിലറുണ്ടല്ലോ. അവർക്കറിയാമല്ലോ ഈ മോഡേൺ ബിസിനസ് അല്ല, പഴയ കാലത്തെ വലിയ സേഠന്മാരൊക്കെ നടത്തുന്ന ബിസിനസ്. അവർക്ക് മുനീം എന്നും പറഞ്ഞ ഒരു ക്യാരക്ടറുണ്ട്. മുനീമാണ് രാവിലെ വന്ന് എല്ലാം മാനേജ് ചെയ്യുന്നത്. സേഠ് ഒരു 10-11 ആവുമ്പോൾ വന്ന് കുറെ നേരം ഇരുന്ന് അത് കഴിഞ്ഞ് ലഞ്ചിന്റെ സമയമാകുമ്പോൾ അങ്ങ് പോവുകയുള്ളൂ. മുനീമാണ് എല്ലാം നടത്തുന്നത്. ആൻഡ് ചില അതിവിശാലമായ ബിസിനസ്സിൽ മുനീമിനെ കണ്ടു കഴിഞ്ഞാൽ ഉടമസ്ഥനാണെന്നേ തോന്നത്തുള്ളൂ. ആ രീതിയിൽ ചുമതലയോടെയാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും ചുമതലയോടെയാണ് ശിശുപാലകൻ ഒരു കുടുംബത്തിലെ ശിശുക്കൾക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തിൽ ന്യായപ്രമാണം നീതീകരണം നൽകിയില്ലെങ്കിലും ന്യായപ്രമാണത്തിന് പല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു, പർപ്പസ് ഉണ്ടായിരുന്നു. ഒന്ന്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുക. മറ്റൊന്ന്, ക്രിസ്തു വരുന്നത് വരെ ശിശുപാലകനായിട്ട് അവരെ പഠിപ്പിക്കുക. സോ അങ്ങനെ ശിശുപാലകനായിട്ട് പഠിപ്പിച്ച് കൃപായുഗം വന്നതോടെ ഇന്ന് നാം മെച്യൂറായി. ഏത് രീതി മെച്യൂറായി എന്ന് ഇപ്പൊ പറയാം. നാം മെച്യൂറായതുകൊണ്ട് നാം ശിശുപാലകന്റെ അണ്ടറിലല്ല, ന്യായപ്രമാണത്തിന് കീഴിലല്ല എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. നാം ഏത് രീതിയിൽ മെച്യൂറായെന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലെ വിശ്വാസികൾക്ക് ആത്മീക വിഷയങ്ങളെ കുറിച്ച് എത്ര വ്യക്തമായിട്ട് അറിയാമായിരുന്നു, അതിന്റെ 1000 മടങ്ങ് ഇന്ന് നമുക്കറിയാം. പുതിയ നിയമത്തിലെ വിശ്വാസികൾക്കാണ് ആദ്യമായിട്ട് ദൈവത്തിന്റെ യുഗങ്ങളുടെ കാര്യപരിപാടി വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളത്. ഇതിനു മുൻപുള്ള യുഗങ്ങളിൽ ദൈവത്തിന്റെ
യുഗങ്ങളുടെ കാര്യപരിപാടിയെക്കുറിച്ച് അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിലും ആ ദൈവത്തിന്റെ യുഗങ്ങളുടെ കാര്യപരിപാടി അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലായത് പുതിയ നിയമത്തിൽ. അങ്ങനെ പല കാരണം കൊണ്ട് പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ ഇല്ലായിരുന്ന ഒരു വ്യക്തതയും ഒരു മെച്യൂരിറ്റിയും വന്നിട്ടുണ്ട്. സോ ന്യായപ്രമാണത്തിൽ കൂടെ നീതീകരണം ഇല്ല എന്ന് പറയുമ്പോൾ വിശ്വാസികൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇതിൽ ചിലത് സിൻസിയർ ആണ്, ചിലത് അവർക്ക് കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ചോദിക്കുന്നതാണ്, ചിലത് കുടുക്കി ചോദ്യങ്ങളാണ്. ദൈവാത്മാവ് ഈ ചോദ്യങ്ങളുടെ എല്ലാം മറുപടി ഇങ്ങനെ ഈ കഴിഞ്ഞ് നമ്മൾ കണ്ട വാക്യങ്ങളിൽ പറഞ്ഞു പോവുകയാണ്. അപ്പം ശിശുപാലകനായിരുന്നു എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിട്ട് നമ്മളെ ആര് നിയന്ത്രിക്കുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് ദൈവവചനത്തിലുള്ള മറ്റു ചില വാക്യങ്ങളൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് റോമാലേഖനം 6:14. റോമാലേഖനം 6:14. ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, കൃപയുടെ കീഴിലാകയാൽ പാപം നിങ്ങളുടെ മേൽ അധികാരം ചെലുത്തുകയില്ല. സോ ഒരു കാലത്ത് നമ്മൾ ശിശുപാലകന്റെ അണ്ടറിലായിരുന്നു. അന്ന് നമ്മൾ പക്വതയുള്ളവരല്ലായിരുന്നു. ഇന്ന് നാം കൃപയുടെ കീഴിലായി കഴിഞ്ഞു. അന്നും കൃപയിൽ കൂടെയായിരുന്നു അവർ രക്ഷ പ്രാപിച്ചത്, എന്നാൽ അന്ന് അവർ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു. ഇന്ന് കൃപയുടെ കീഴിലായതുകൊണ്ട് പാപം നിങ്ങളുടെ മേൽ അധികാരം ചെലുത്തുകയില്ല. മലയാളത്തെക്കാൾ കുറച്ചുകൂടെ വ്യക്തമാണ് ഇംഗ്ലീഷ്. സിൻ ഷാൽ നോ ലോങ്ങർ ബി യുവർ മാസ്റ്റർ. പാപം നിങ്ങളുടെ അധികാരി ആകരുത്, അല്ലെ നിങ്ങളുടെ മേളിൽ അധികാരി ആകരുതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഓർപ്പിക്കുന്നത് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ കൃപായുഗത്തിന് മുൻപുണ്ടായിരുന്ന 2 യുഗങ്ങളിൽ ഇല്ലായിരുന്ന ഒരു കാര്യം കൃപായുഗത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് പരിശുദ്ധാത്മാവിന്റെ വാസം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സ്ഥായിയായിട്ട് വസിക്കുന്നതിന്റെ കാരണം കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ലഭ്യമാണ്, സ്ഥായിയായിട്ട് ലഭ്യമാണ്. ഓഫ് കോഴ്സ് നമ്മൾ പാപം ചെയ്യുമ്പം പരിശുദ്ധാത്മാവിനെ കെടുത്തുന്നതിന്റെ കാരണം കൊണ്ടും പരിശുദ്ധാത്മാവിനെ വിഷമിപ്പിക്കുന്ന കാരണം കൊണ്ട് ഗ്രീവിങ് ദ ഹോളി സ്പിരിറ്റ്, ആ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഇല്ലാതെയാകും. എന്നാൽ നാം ക്ഷമയോദിച്ച് തിരിച്ച് റെസ്റ്റോർ ആവുമ്പോൾ പിന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കും. അപ്പൊ അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ തുടർച്ചയായിട്ട് നിയന്ത്രിക്കുവാൻ വേണ്ടിയുള്ള സാധ്യത ഉള്ളത് കൊണ്ടും ഈ വിഷയം മനസ്സിലാക്കി നമ്മിൽ എത്ര വിശ്വാസികൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് തന്നെയാണ് നിറവെന്ന് പറയുന്നത്, നിറവിൽ ജീവിക്കുന്നു. അവരുടെ ജീവിതത്തിൽ പാപം അധികാരം ചെലുത്തുകയില്ല. ഇവിടെ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ദൈവവചനം ശ്രവിക്കുന്ന ഏതെങ്കിലും വിശ്വാസി തന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് പാടില്ലാത്ത ചെറുതോ വലുതോ ആയ പാപവുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം പര്യാപ്തമായിട്ടില്ലാത്തത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഉണ്ടെങ്കിൽ നമ്മൾ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കും. അതുകൊണ്ട് പാപം ഏറ്റുപറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിച്ച് വിശുദ്ധിയിലേക്ക് മൂവ് ചെയ്യാൻ ദൈവാത്മാവ് നിങ്ങളിൽ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാക്യമാണ്, അത് ഞാൻ റെഫറൻസ് പറയുന്നതേ ഉള്ളൂ, കാരണം നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. ഗലാത്യ ലേഖനം 2:16. അത് കഴിഞ്ഞ് നാം കാണേണ്ട ഒരു വാക്യമാണ് യോഹന്നാൻ 8:36. യോഹന്നാൻ 8:36. 4 സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് വരുന്നത് വരെ ന്യായപ്രമാണ യുഗമായിരുന്നു. ന്യായപ്രമാണ യുഗം അത് കർത്താവ് കുറച്ചു സമയത്തേക്ക് മാറ്റി വെച്ചത് പെന്തിക്കോസ്ത് നാളിലാണ്. ഒരു 7 വർഷം ബാക്കിയുണ്ട്, അതാണ് മഹോപദ്രവകാലം. അപ്പം 4 സുവിശേഷങ്ങൾ എഴുതിയത് ന്യായപ്രമാണ അല്ലെങ്കിൽ 4 സുവിശേഷങ്ങളിലുള്ള ഡീറ്റെയിൽസ് ന്യായപ്രമാണ യുഗത്തിൽ നടന്ന കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഈ 4 ഗോസ്പൽസിൽ കൃപായുഗത്തെക്കുറിച്ച് അധികം ഡീറ്റെയിൽസ് നമ്മൾ കാണുന്നില്ല, ഡയറക്റ്റ് ഡീറ്റെയിൽസ് കാണുന്നില്ല. പുതിയ നിയമം ഓർപ്പിക്കുന്നത് സഭ എന്നുള്ള വിഷയം ദൈവം ഒരു മർമ്മമായിട്ടാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിൽ ഈ വിഷയങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. 4 ഗോസ്പൽസ് കൃപായുഗത്തിന് മുൻപുള്ള ഹിസ്റ്ററിയാണ് പറയുന്നത്. അതുകൊണ്ട് അതിലും കൃപായുഗത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് ഇല്ല. എന്നാലും അവിടെ ഇവിടെയും കർത്താവ് ചില ഹിന്റ് തന്നിട്ടുണ്ട്. അതിലൊന്നാണ് യോഹന്നാൻ 8:36.
യോഹന്നാൻ 8:36 ഓർപ്പിക്കുന്ന പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്ര ആകും. ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിച്ചവർ സ്വതന്ത്രരല്ലായിരുന്നു, അവർ ആ ശിശുപാലകന്റെ നിയന്ത്രണത്തിലായിരുന്നു. നല്ല ശിശുപാലകനെ നോക്കി കുട്ടികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ശിശുപാലകന് കുട്ടികളെ ശിക്ഷിക്കാനും അടിക്കുവാനും ഒക്കെ ഉള്ള എല്ലാ ഫ്രീഡം ഉണ്ടായിരുന്നു. ഇന്ത്യയിലും അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ത്യയിൽ ഗുരുകുല സിസ്റ്റം ആയിരുന്ന സമയത്ത് ഗുരുവിന് കുട്ടിയുടെ മേളിലെ ആബ്സല്യൂട്ട് റൈറ്റ് ആയിരുന്നു. എന്നാൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കുക എന്ന് പറഞ്ഞാൽ അത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ വരുവാനുള്ള യുഗത്തിൽ ഉള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ദൈവവചനം ഇവിടെ പറയുന്നത്. അപ്പോ ഈ വാക്യം കർത്താവ് അത് പ്രോഫസി ആയിട്ട് പറഞ്ഞതാണ്, എന്നാ ഫുൾ ക്ലിയർ ആയിട്ടല്ല. പെന്തിക്കോസ്ത് നാളിൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കും. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ റിയലി സ്വതന്ത്രരാണ്. 2 കൊരിന്ത്യർ 3:17 നാം വായിക്കുന്നത് 2 കൊരിന്ത്യർ 3:17 ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ വിഭിന്ന വശങ്ങളെ കാണിക്കുന്നു. യോഹന്നാൻ കഴിഞ്ഞ് 2 കൊരിന്ത്യർ 3:17 നാം വായിക്കുന്നത് കർത്താവായവൻ ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. ജോൺസൺ ബ്രദർ വാക്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തു പോകുന്നുണ്ട്. ആരെങ്കിലും മിസ് ചെയ്യുവാണെങ്കിൽ കമന്റ് ബോക്സിൽ നോക്കിയാൽ മതി എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പൊ 2 കൊരിന്ത്യർ 3:17 നമ്മളെ ഓർപ്പിക്കുന്ന കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പുതിയ നിയമത്തിലാണ് കർത്താവിന്റെ ആത്മാവ് ഒരു പ്രത്യേക രീതിയിൽ ദൈവമക്കളുടെ ചുറ്റിനും ആൻഡ് ദൈവമക്കളുടെ ഉള്ളിലും ഉള്ളത്. അങ്ങനെ വന്നു കഴിയുമ്പം അവിടെ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത് 2 കൊരിന്ത്യർ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ശിശുപാലകന് കീഴിലല്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. അങ്ങനെ ശിശുപാലകന് പകരം ദൈവാത്മാവ് നമ്മളിൽ അധിവസിച്ച് നമ്മളെ നിയന്ത്രിച്ച് നമുക്ക് ആത്മനിറവ് തന്ന് നമ്മളെ നടത്തി ആത്മാവിന്റെ ഫലം പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം റോമാലേഖനം 8:1-2 റോമർ 8:1-2 ഓർപ്പിക്കുന്നു. റോമർ 8:1-2 നാം വായിക്കുന്നത് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇപ്പോൾ ശിക്ഷാവിധിയില്ല. ജീവന്റെ ആത്മാവിന്റെ നിയമം ക്രിസ്തു യേശുവിൽ ജീവന്റെ ആത്മാവിന്റെ നിയമം ക്രിസ്തു യേശുവിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കി. സോ പുതിയ നിയമം അല്ലെങ്കിൽ കൃപായുഗം, രക്ഷ ഈ യുഗത്തിലും വിശ്വാസത്തിൽ കൂടെ ആണെങ്കിലും ഈ യുഗത്തിൽ ദൈവം ചെയ്ത മാറ്റങ്ങളുടെ കാരണം കൊണ്ട് ഇത് സ്വാതന്ത്ര്യത്തിന്റെ യുഗമാണ്. അതുകൊണ്ടാണല്ലോ ഗലാത്യ ലേഖനം പറയുന്നത് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇത് വിശ്വാസികൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി നമ്മുടെ സഭകളിലൊക്കെ മനുഷ്യ നിർമ്മിത ആചാര അനുഷ്ഠാനങ്ങൾ, മനുഷ്യനിർമ്മിത നിയമങ്ങളിൽ കൂടെ അടിമത്വത്തിൽ നാം കുടുങ്ങിപ്പോകരുത്. അങ്ങനെയുള്ള ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിശ്വാസികളുടെ മേല് അടിച്ച് ഏൽപ്പിക്കരുത്. ഇതോടെ ഗലാത്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനിയും ഗലാത്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ ഒരു സെക്ഷൻ കൂടെ ഉള്ളൂ. അത് 26-6-29 വാക്യങ്ങൾ. വേദപുസ്തകത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ നമുക്ക് ലഭിക്കുന്ന മാതൃക ആദ്യമേ ഗ്രീറ്റിംഗ്സ്, പിന്നെ വിഷയ അവതരണം, അത് കഴിഞ്ഞ് വിഷയം അല്ലെങ്കിൽ ഉപദേശം, അത് കഴിഞ്ഞ് ഉപദേശത്തിന്റെ ആപ്ലിക്കേഷൻ. ഇത് ആപ്ലിക്കേഷൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് 6-ാം അധ്യായം 3-ാം അധ്യായത്തിന്റെ 26-29. ഇവിടെ നാം കാണുന്നത് ക്രിസ്തുവിലുള്ള ഐക്യവും ക്രിസ്തുവിലുള്ള തുല്യത. നാം എല്ലാവരും തുല്യരാണ്, അല്ലാതെ ആരും മറ്റുള്ളവരെക്കാൾ ഹയർ അല്ല, ലോവർ അല്ല. അപ്പൊ ആ ഐക്യതയെക്കുറിച്ചും ആ തുല്യതയെക്കുറിച്ചുമാണ് 6-ാം സെക്ഷൻ പറയുന്നത്. 6-ാം സെക്ഷൻ എന്ന് പറഞ്ഞാൽ 26-29. 26-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഇതിന് മുൻപുള്ള 2 യുഗങ്ങൾ, കൃപായുഗത്തിന് മുൻപുണ്ടായിരുന്ന 2 യുഗങ്ങളിൽ ആ ദൈവ മക്കൾ എന്നുള്ള ആ കൺസെപ്റ്റ് ഇല്ലായിരുന്നു. അവിടെ ദൈവജനം എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ ദൈവ മക്കൾ എന്നുള്ള കൺസെപ്റ്റ് വന്നു. യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ദൈവത്തിന്റെ മക്കളാകുവാൻ വേണ്ടിയുള്ള അവകാശം നൽകിയെന്ന, ഗേവ് ദ റൈറ്റ് ടു ബിക്കം
ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അപ്പൊ ആ 3-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം അതാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മൾ ദൈവ മക്കളായി കഴിഞ്ഞു, വിശ്വസിച്ചു, നീതീകരിക്കപ്പെട്ടു, രക്ഷ പ്രാപിച്ചു, ദൈവമക്കൾ ആയി കഴിഞ്ഞു. അങ്ങനെ ദൈവമക്കൾ ആയി കഴിഞ്ഞതുകൊണ്ട് ഇനിയും ഗലാത്യ വിശ്വാസികളെ, നിങ്ങൾ ന്യായപ്രമാണത്തെക്കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല, നിങ്ങൾ ഓൾറെഡി ദൈവ മക്കൾ ആയി കഴിഞ്ഞു. നമ്മൾ വേദപുസ്തക കാനോൺ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാണല്ലോ ജീവിക്കുന്നത്. ഗലാത്യ ലേഖനം എഴുതി കഴിഞ്ഞ് മറ്റ് ചില ബുക്സ് കൂടെ എഴുതി കഴിഞ്ഞപ്പോഴാണ് കാനൺ കംപ്ലീറ്റ് ആയത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് നമ്മൾ കാനൺ കംപ്ലീറ്റ് ആയ ഒരു യുഗത്തിലാണ് ജീവിക്കുന്നത്. ആ കാനൺ കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് ഗലാത്യ ലേഖനം എഴുതിയപ്പോൾ തന്നെ ആ വിശ്വാസത്താലേ ഉള്ള നീതീകരണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് വളരെയധികം ഡീറ്റെയിൽസ് ദൈവാത്മാവ് നമുക്ക് തന്നു. പഴയ നിയമത്തിൽ ദൈവജനം ദൈവത്തിൽ വിശ്വസിച്ച് രക്ഷയും നീതീകരണം പ്രാപിച്ചെങ്കിൽ ഇന്ന് നമുക്കുള്ളതുപോലെ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിവ് അവർക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നാം ദൈവത്തിന്റെ മക്കളായി തീർന്നു എന്ന് ദൈവജനം ഓർപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം പാപവും രക്ഷയും രക്ഷ കഴിഞ്ഞുള്ള പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ വളരെയധികം ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാണ്. ദൈവവചനം കംപ്ലീറ്റ് ആയതോടെ ഇതെല്ലാം ലഭ്യമാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഇല്ലായിരുന്ന പല കാര്യങ്ങൾ ഇന്ന് മനസ്സിലായിട്ടില്ലായിരുന്ന പല കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല, നമുക്ക് ഒരു പുതിയ ഐഡന്റിറ്റി തന്നിരിക്കുന്നു. ആ ഐഡന്റിറ്റി ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഇതേ വിഷയം ദൈവവചനം പല സ്ഥലത്ത് ഓർപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 1:12 അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വാക്യമാണ്. യോഹന്നാൻ 1:12 ഓർപ്പിക്കുന്നത്, എന്നാൽ അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അതായത് അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം നൽകി. ഇത് ന്യായപ്രമാണ യുഗത്തിൽ ഉണ്ടായിരുന്ന ഒരു പദപ്രയോഗമല്ല. എന്നാൽ ന്യായപ്രമാണത്തിൽ യുഗത്തിൽ നിന്ന് തന്നെ കർത്താവ് ഭാവിയെക്കുറിച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞ കാര്യമാണ് മക്കളാകുവാൻ അധികാരം നൽകി എന്നുള്ളത്. അത് ഈ യുഗത്തിൽ നമ്മൾ ആസ്വദിക്കുന്നു. മക്കളാകുവാനുള്ള അധികാരം തന്നതുകൊണ്ട് മക്കളായി കഴിഞ്ഞ് മക്കളായിട്ടുണ്ടോ, ഇനി പരിച്ഛേദന ഏൽക്കണോ എന്ന് സംശയം നമ്മുടെ മനസ്സുകളിൽ വരാൻ പാടില്ല എന്നാണ് ഇവിടെ ഈ ഗലാത്യർ 3:26 ഓർപ്പിക്കുന്നത്. അതിന്റെ ഒരു വിശദീകരണമാണ് യോഹന്നാൻ 1:12 നമ്മൾ വായിച്ചത്. റോമാലേഖനം 8:14-17 നാം കാണുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാക്യമാണ്. റോമർ 8:14-17 ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളാകുന്നു. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. പ്രത്യേകിച്ച് പുതിയ നിയമസഭകളിൽ ഓരോ സ്ഥലത്ത് സഭ സ്ഥാപിക്കപ്പെട്ട സമയത്ത് ആദ്യ തലമുറയിൽ ദൈവാത്മാവ് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ ദൈവാത്മാവ് അവരുടെ മധ്യേ ഉണ്ടെന്നും ഇത് ദൈവാത്മാവിന്റെ പ്രവർത്തനമാണെന്നും ദൈവാത്മാവ് അവരെ ഗൈഡ് ചെയ്യുന്നെന്നുള്ളത് വ്യക്തമാക്കി കൊടുത്തു. ഈ കാനൺ എഴുതപ്പെടുന്നതിന് മുൻപ് തന്നെ അത് വ്യക്തമാക്കി കൊടുത്തു. അപ്പൊ നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം കണ്ട് വിശ്വസ്തയോടെ ആത്മീയ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് അവർ ദൈവത്തിന്റെ മക്കളാണെന്ന് അവരുടെ ഉള്ളിൽ തന്നെ ഒരു ബോധ്യമുണ്ട്. മക്കളായതുകൊണ്ട് നാം അവകാശികൾ. ഈ വാക്യം മുന്നോട്ട് വായിക്കാം. മക്കളായതുകൊണ്ട് നാം അവകാശികൾ, ദൈവത്തിന്റെയും ക്രിസ്തുവിനോടൊപ്പമുള്ള അവകാശികളാകുന്നു. വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കാലത്ത് നമ്മൾ ശിശുപാലകന്റെ കീഴിലായിരുന്നു. എന്നാൽ ഇന്ന് കൃപായുഗത്തിൽ ജീവിക്കുന്നു. രക്ഷ പ്രാപിച്ചപ്പോൾ ദൈവാത്മാവ് നമ്മളുടെ ഉള്ളിൽ വന്ന് അധിവസിക്കുന്നു. അങ്ങനെ അധിവസിക്കുന്നതിന്റെ കാരണം കൊണ്ട് ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. അങ്ങനെ സാക്ഷ്യം പറയുന്നതിന്റെ കാരണം കൊണ്ട് നമ്മൾ അവകാശികളാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെയും ക്രിസ്തുവിനോടൊപ്പമുള്ള അവകാശികളാകുന്നെന്ന് മനസ്സിലാകും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞ് പിന്നെ ന്യായപ്രമാണത്തിലേക്കും പരിച്ഛേദനത്തിലേക്കും പോകാൻ പാടില്ല. ദൈവം നമ്മളോട് കാണിച്ച ആ സ്നേഹത്തെക്കുറിച്ച് 1 യോഹന്നാൻ 3:1
ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 3:1 ഇതേ വിഷയത്തിന്റെ മറ്റൊരു വശം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്നേഹം എത്ര മഹത്തായിരിക്കുന്നെന്ന് നോക്കുവീൻ, ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം അത് മാത്രമല്ല നാം അത് തന്നെ ആകുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, ന്യായപ്രമാണ യുഗത്തിൽ ഉണ്ടായിരുന്ന ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു തനിമയല്ലിത്. ഇത് കൃപായുഗത്തിൽ വന്ന തനിമയാണ്. ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം അത് മാത്രമല്ല നാം അത് തന്നെ, നമ്മൾ ദൈവമക്കൾ ആകുന്നു. വിളിക്കപ്പെടുകയല്ല, ദൈവമക്കൾ ആയതുകൊണ്ട് വിളിക്കപ്പെടുകയാണ്. വിളിക്കപ്പെടുന്നതുകൊണ്ട് ദൈവമക്കളാകുകയല്ല, ദൈവമക്കളായതുകൊണ്ട് വിളിക്കപ്പെടുന്നതാണെന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. എഫേസ്യ ലേഖനം 1:5 ഇതിന്റെ മറ്റൊരു വശത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എഫേസ്യ ലേഖനം 1:5 പറയുന്നത്, അവൻ നമ്മെ യേശുക്രിസ്തുവിനാൽ തനിക്ക് പുത്രത്വത്തിനായി മുൻ നിർണയിച്ചു, തന്റെ ഇഷ്ടപ്രകാരവും സ്വേച്ഛാനുസാരവും ആയിട്ടാണിത്. അപ്പം പുത്രത്തിനായിട്ട് നമുക്കൊരു മുൻ നിർണയം ലഭിച്ചിട്ടുണ്ട്. ഇത് മറ്റു യുഗങ്ങളിൽ ഇല്ലായിരുന്നു എന്നൂടെ ഓർപ്പിക്കട്ടെ. സോ പുത്രത്വത്തിനായി ദൈവം മുൻനിർണയിച്ച ആളുകൾ പുത്രത്വം പ്രാപിച്ചു കഴിഞ്ഞ് ദൈവാത്മാവ് അവരുടെ മനസ്സിൽ നിങ്ങൾ ദൈവമക്കളാണെന്നുള്ളത് വ്യക്തമായിട്ട് അവരെ ഓർപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ മനസ്സ് ചഞ്ചലമാകാൻ പാടില്ല. ഞാന് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ ആചരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. ഇന്ന് 21-ാം നൂറ്റാണ്ടിലുള്ള വിശ്വാസികളുടെ മനസ്സിൽ ന്യായപ്രമാണം ആചരിക്കണോ വേണ്ടായോ എന്ന് ഉള്ള ചോദ്യം വരാറില്ല. കാരണം നമ്മൾ യഹൂദന്മാരല്ല. എന്നാൽ നമ്മുടെ ജഡം അല്ലെങ്കിൽ ജഡത്തിന് ന്യായപ്രമാണത്തിനോടൊരു ചായ്വുണ്ട്. ആ ചായ്വിന്റെ കാരണം കൊണ്ടാണ് ക്രിസ്തു സഭയിൽ വിശ്വാസികളുടെ ജഡം, പ്രത്യേകിച്ച് ലീഡർഷിപ്പിൽ നിൽക്കുന്നവരുടെ ജഡം വേദപുസ്തകത്തിൽ ഇല്ലാത്തതും അനാവശ്യമായിട്ടുള്ള പല ചടങ്ങുകൾ സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. വിശ്വാസികൾ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യർ ആവശ്യമില്ലാതെ അടിച്ചേൽപ്പിക്കുന്ന പല ചടങ്ങുകളെ കുറിച്ച് അവർ ചർച്ച ചെയ്യാറുണ്ട്. അടിസ്ഥാന ഉപദേശമൊന്നും അവർക്ക് വിഷയമല്ല. മനുഷ്യരാൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ചടങ്ങുകളാണ് അവർക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത്. ദൈവജനം അങ്ങനെയുള്ള ചർച്ചകളൊക്കെ കാണുമ്പോൾ അത് ഒഴിവാക്കി അവരവരുടെ സമയം വേസ്റ്റ് ആകുന്നതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-7 വാക്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ നമ്മളത് വായിക്കുന്നില്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-7 നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാൻ പോവായതുകൊണ്ട് അത് നമ്മളിപ്പം ഇവിടെ വായിക്കുന്നില്ല. അടുത്തതായിട്ട് നാം ഗലാത്യ ലേഖനം 3:27-28 വായിക്കുന്നത്, ഗലാത്യ ലേഖനം 3:27-28 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദന് യവനനും എന്നില്ല, ദാസന് സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ഉപദേശങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് നീതീകരണം വിശ്വാസത്താൽ മാത്രമാണ് എന്ന് വ്യക്തമാക്കി, നീതീകരണം വിശ്വാസത്താൽ മാത്രമായതുകൊണ്ട് നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ മറ്റ് ചില വശങ്ങളിലൂടെ മനസ്സിലാക്കി തരേണ്ടത് ആവശ്യമാണ്. ദൈവാത്മാവ് അക്കാര്യമാണ് ഈ വാക്യങ്ങളിൽ ചെയ്യുന്നത്. ശിശുപാലകൻ എന്നുള്ള വിഷയം കഴിഞ്ഞു. ഇനിയും ക്രിസ്തുവിനോട് നാം ചേർന്നിരിക്കുന്നവരാണ്, അല്ലെ ചേർക്കപ്പെട്ടവരാണെന്നുള്ളതും അതിന്റെ പരിണിത ഫലം എന്ത് എന്നുള്ളത് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നു. അതിന് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു, പരിശുദ്ധാത്മ സ്നാനം. നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ആക്ച്വലി നമുക്ക് ഈ വിശ്വാസത്താലെയുള്ള നീതീകരണം ലഭിച്ചിരിക്കുന്നത് തന്നെ ക്രിസ്തുവിന്റെ നീതി നമ്മളെ ആവരണം ചെയ്യുന്നത് കൊണ്ടാണ്. രക്ഷ പ്രാപിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിച്ചതോടെ ക്രിസ്തുവിന്റെ നീതി നമ്മളെ ആവരണം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ വീക്ഷിക്കുമ്പോൾ ആ ക്രിസ്തുവിന്റെ ആ റൈച്ചസ്നെസ് അല്ലേ നീതിയാണ് കാണുന്നത്. അങ്ങനെ കാണുന്നതിന്റെ കാരണം കൊണ്ട് നാം വിശ്വാസത്താലെ നീതീകരിക്കപ്പെട്ടവരാണ് എന്നുള്ളത് വ്യക്തമാകുന്നു. അത് സ്ഥാനീയമായ നീതീകരണമാണെന്ന് ഓർപ്പിക്കട്ടെ. അനുദിന ജീവിതത്തിൽ നമ്മൾ പ്രായോഗിക തലത്തിൽ നീതീകരിക്കപ്പെടുന്നു. അതിനെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനം പറയുന്നു. ഫൈനലി ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ അവിടെ
കർത്താവ് നമ്മളെ പരിശോധിക്കുകയും അഗ്നിപ്രവേശനം ചെയ്യുകയും ആ അഗ്നിയിൽ നിന്ന് പുറത്തു വന്നു കഴിയുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ശരീരം നൽകുകയും ആത്യന്തികമായിട്ട് നീതീകരിക്കുകയും ചെയ്യും എന്ന് ഓർപ്പിക്കട്ടെ. ഇത് എല്ലാം ഒന്നിച്ച് നടക്കുന്ന കാര്യമാണ് ജഡ്ജ്മെന്റിന്റെ കൂടെ എന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. നാം ജീവിക്കുന്ന ഈ യുഗത്തിൽ രക്ഷയുടെ അനുഭവം പ്രാപിച്ച എല്ലാ വിശ്വാസിയും ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിക്കപ്പെട്ടവനാണ് പരിശുദ്ധാത്മ സ്നാനത്തിന്റെ കാരണം കൊണ്ട്. അങ്ങനെ ഏകീഭവിച്ചതിന്റെ കാരണം കൊണ്ട് ഈ യുഗത്തിൽ, കൃപായുഗത്തിലുള്ള വിശ്വാസികളുടെ ജീവിതത്തിൽ പല അന്തരങ്ങളുണ്ട്, പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ യുഗങ്ങളിലും എല്ലാവരും ക്രിസ്തു യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് രക്ഷ പ്രാപിച്ചെങ്കിലും ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിക്കുന്നത് ഈ കൃപായുഗത്തിൽ മാത്രമേ ഉള്ളൂ. ഇതിന് മുൻപുണ്ടായിരുന്ന 2 യുഗത്തിൽ ഇല്ല, സഹസ്രാബ്ദ വാഴ്ചയിലും ഇല്ല. മഹോപദ്രവത്തെ കുറിച്ച് ഞാൻ പറയാത്തതിന്റെ കാരണം മഹോപദ്രവം അല്ലെ മഹോപദ്രവ യുഗം അത് ന്യായപ്രമാണ യുഗത്തിന്റെ ബാക്കിയുള്ള 7 വർഷമാണ്. അതുകൊണ്ട് അത് ന്യായപ്രമാണ യുഗത്തിന്റെ ഭാഗമാണ്. സോ ന്യായപ്രമാണത്തിന് മുൻപിലുള്ള യുഗം, ന്യായപ്രമാണ യുഗം, സഹസ്രാബ്ദ വാഴ്ച, ഇതിലൊന്നിലും ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ആരും ഏകീഭവിക്കുന്നില്ല. പുതിയ യുഗത്തിൽ മാത്രമേ ഏകീഭവിക്കുന്നുള്ളൂ. ആ ഏകീഭവിക്കുന്നതിനെ കുറിച്ചാണ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഈ യുഗത്തിലുള്ള എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിച്ചതോടെ യഹൂദൻ, യവനൻ, ദാസൻ, ഉടമസ്ഥൻ, ഈ അന്തരങ്ങൾ എല്ലാം മാറ്റപ്പെട്ടിരിക്കുന്നു. പുരുഷൻ സ്ത്രീ എന്നുള്ള അന്തരവും മാറ്റപ്പെട്ടിരിക്കുന്നു. എന്നും കണ്ട് പുരുഷന്റെ ഐഡന്റിറ്റി മാറിയില്ല, സ്ത്രീയുടെ ഐഡന്റിറ്റി മാറിയില്ല. നമ്മൾ കൺഫ്യൂസ് ആകരുത്. ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഒരേ ചുമതലയല്ല തന്നിരിക്കുന്നത് എന്നുള്ളത് ദൈവവചനം ഡസൻ കണക്കിന് ഭാഗങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ പഴയ നിയമകാലത്ത് അങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് പഴയ നിയമ വിശ്വാസികളുടെ ഇടയ്ക്ക് പല രീതിയിലുള്ള ഡിവിഷൻസ് ഉണ്ടായിരുന്നു. പുതിയ നിയമ യുഗം തുടങ്ങിയിട്ട് പുതിയ നിയമത്തിലെ അല്ലെ കൃപായുഗത്തിലെ സത്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തതിന്റെ കാരണം കൊണ്ട് കോരിന്ത്യ സഭയിൽ പല രീതിയിലുള്ള ഡിവിഷൻ ഉണ്ടായിരുന്നു. തിരുത്താഴത്തിന് ഒന്നിച്ചു വരുമ്പോൾ അവിടെ തിരുത്താഴവും ഭക്ഷണം എല്ലാം കൂടെ നടക്കുമായിരുന്നു. അപ്പോൾ ഉള്ളവരെ തിന്ന് കുടിച്ചു മത്തരാകുമായിരുന്നു, മറ്റുള്ളവരെ അവർ അവഗണിക്കുമായിരുന്നു. അതുപോലെ ഞാൻ പൗലോസിന്റെ, ഞാൻ പത്രോസിന്റെ എന്നും പറഞ്ഞ് ഡിവിഷൻ ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ ഇങ്ങനെ ഡിവിഷൻസ് ഒന്നുമില്ല. നമ്മളെല്ലാം ക്രിസ്തുവിന്റെ ശരീരമായിട്ട് ഏകീഭവിക്കപ്പെട്ടവരായതുകൊണ്ട് നാം ആരെയും അവഹേളിക്കരുത്, ആരെയും പുച്ഛിക്കരുത്, അവഗണിക്കരുത് എന്ന് ദൈവവചനം കൊരിന്ത്യ ലേഖനത്തിൽ ഓർപ്പിക്കുന്നു. പുതിയ നിയമയുഗം അല്ലെ കൃപായുഗത്തിലെ വിശ്വാസികൾ ന്യായപ്രമാണ യുഗത്തിൽ ഉണ്ടായിരുന്ന ആ വിവേചനം, ആ ഡിവിഷൻ, അത് പാടില്ല എന്നീ വാക്യം ഓർപ്പിക്കുന്നു. ഇതേ ഐഡിയാസ് വേദപുസ്തകത്തിൽ പല സ്ഥലത്ത് നാം കാണുന്നുണ്ട്. കൊലോസ്യ ലേഖനം 3:11 നാം വായിക്കുന്നത്, കൊലോസ്യർ 3:11, അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, സ്കൂഥൻ, അടിമ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ സർവവും എല്ലാവരിലും ആകുന്നു. സോ പുതിയ നിയമം വന്നു കഴിഞ്ഞപ്പോൾ പുതിയ നിയമത്തിൽ വന്ന ഒരു ചേഞ്ച് ആണ്. യഹൂദനില്ല, യവനനില്ല, വിജാതിയർ എന്നില്ല, അടിമയെന്നില്ല. ഇതേ കാര്യം നാം 1 കൊരിന്ത്യർ 13 കാണുന്നു. ആൻഡ് 1 കൊരിന്ത്യർ 13 അതിന്റെ കാരണം കൂടെ പറയുന്നു. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുവാൻ ഏകാത്മാവിനാൽ സ്നാനമേറ്റു എല്ലാവരും ഏകാത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനമാണ് മനുഷ്യരിലുള്ള അന്തരങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റുന്നത്. ആ ഗ്യാപ്പ് പ്ലാസ്റ്റർ ചെയ്ത് ഒരു പ്ലെയിൻ ലെവൽ ആക്കിയിരിക്കുകയാണ്. പരിശുദ്ധാത്മ സ്നാനത്തിൽ ദൈവാത്മാവ് നമ്മളെ എടുത്ത് ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിക്കുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഏകാത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. പാനം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ അധിവസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്നു. പാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ആ നിയന്ത്രണം അല്ലെ പരിശുദ്ധാത്മ
സ്നാനത്തെക്കുറിച്ചാണ്. അപ്പം പുതിയ നിയമത്തിൽ നാം എല്ലാവരും ഓർക്കേണ്ടത് അന്തരങ്ങൾ ഇല്ല. റോമാലേഖനം 10:12 നമ്മൾ ഇതേ കാര്യം കാണുന്നു. റോമർ 10:12 യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ലല്ലോ, ഒരേ കർത്താവ് എല്ലാവർക്കും കർത്താവായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും സമൃദ്ധിയായി നൽകുന്നു. സോ അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ ആ ഡിഫറൻസസ് എല്ലാം മാറ്റി ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് നമ്മളെ ഏകീഭവിച്ചതിന്റെ കാരണം കൊണ്ട് മനസ്സ വാച്യ കർമ്മണ നമ്മൾ ഇതിനു മുൻപുള്ള യുഗങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസികളിൽ നിന്ന് ഡിഫറൻ്റ് ആയിരിക്കണം എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി ഒരു വാക്യം കൂടെ പറയട്ടെ. എഫേസ്യ ലേഖനം 2:14. നമ്മളത് വായിക്കുന്നില്ല. എഫേസ്യ ലേഖനം 2:14. അതുപോലെ തന്നെ റോമാലേഖനം, അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 17:20-21. ഇതും കർത്താവ് വരുവാനിരിക്കുന്നതിനെ കുറിച്ച് ഇൻഡയറക്ട്ലി ഹിന്റ് തന്നതാണ്. യോഹന്നാൻ 17:20-21. ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. യഹൂദന്മാര്, ഈ ന്യായപ്രമാണ യുഗത്തിൽ യഹൂദന്മാരെല്ലാം ഒന്നായിരുന്നു. എല്ലാ അബ്രഹാമിന്റെ സന്തതിയായിരുന്നു, എല്ലാ യാക്കോബിന്റെ സന്തതിയായിരുന്നു. എന്നാൽ പുതിയ നിയമ യുഗം വന്നു കഴിഞ്ഞതോടെ യഹൂദന്മാര് മാത്രമല്ല, മറ്റെല്ലാ ജാതികളിൽ നിന്നും വിശ്വാസികൾ ഉണ്ടായി. ഈ ന്യായപ്രമാണ യുഗത്തിൽ ആരെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ ആ വ്യക്തി യഹൂദന്മാരോട് പരിച്ഛേദന ഏറ്റ് യഹൂദന്മാരോട് കൂടിച്ചേരേണ്ടത് ആവശ്യമായിരുന്നു. പുതിയ നിയമ യുഗത്തിൽ അപ്പൊ അവരും അങ്ങ് യഹൂദന്മാരായിട്ട് ഐഡന്റിഫൈ ചെയ്യുമായിരുന്നു. പുതിയ നിയമത്തിൽ അങ്ങനല്ല, വൈവിധ്യമുണ്ട്. അങ്ങനെ വൈവിധ്യമുള്ളത് കൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. അത് ആ വരാനുള്ളതിനെ ഓർത്ത് കർത്താവ് പ്രാർത്ഥിക്കുന്നത് അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. വിശ്വാസികളായ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, പുതിയ നിയമ യുഗത്തിൽ നമ്മൾ തമ്മിൽ അന്തരം പാടില്ല. വിശ്വാസികൾ തമ്മിൽ വിവേചനമുണ്ടോ, പല രീതിയിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ, ഉണ്ട് എന്നുള്ളത് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് വിവേചനം ദൈവവചനത്തിന് വിരുദ്ധമാണെന്നും ദൈവത്തിന് വിരുദ്ധമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 29 ആ സെക്ഷൻ കംപ്ലീറ്റ് അങ്ങ് തീർക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 26-29 ക്രിസ്തുവിലുള്ള തുല്യത, ക്രിസ്തുവിലുള്ള ഐക്യം. 29-ൽ നാം വായിക്കുന്നത്, ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. അപ്പൊ ക്രിസ്തുവില് നമ്മളൊരു ഡിഫറൻറ്റ് ഒരു ക്രിയേഷൻ ആണെന്നുള്ളത് പറയുമ്പോൾ അബ്രഹാമായിട്ട് ബന്ധമൊന്നും ഇല്ലയോ, ഇതെന്തോ പുതിയൊരു സുവിശേഷമാണോ എന്ന് ചിലരുടെ മനസ്സിൽ സംശയം വരാം. അപ്പൊ ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത്, ഇതൊരു പുതിയ യുഗമാണ്. ഈ യുഗത്തിൽ എല്ലാം പഴയ യുഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നാൽ വ്യത്യസ്തമാണെങ്കിലും വാഗ്ദത്ത പ്രകാരം നമ്മളെല്ലാം അബ്രഹാമിന്റെ സന്തതികളാണ്. കാരണം ദൈവം അങ്ങനെയാണ് അബ്രഹാമിന് പ്രോമിസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യത്തിൽ കൺക്ലൂഷൻ വളരെ വ്യക്തമാണ്. ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചെങ്കിൽ അവൻ അബ്രഹാമിന്റെ സന്തതിയാണ്. അവന് ന്യായപ്രമാണം ആചരിച്ച് പരിച്ഛേദന പ്രാപിച്ച് അബ്രഹാമിന്റെ സന്തതി ആകേണ്ട ആവശ്യമില്ല. അവൻ വിശ്വാസത്തിൽ കൂടെ അബ്രഹാമിന്റെ സന്തതിയാണ്. ദൈവം അബ്രഹാമിനോട് ചെയ്ത ആ കവനൻസ് അതെല്ലാം അവനും ആപ്ലിക്കബിൾ ആണ്. പുതിയ നിയമ വിശ്വാസികൾ അതുകൊണ്ട് ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല. നമ്മുടെ ജഡത്തിന് ന്യായപ്രമാണത്തോടൊരു പ്രത്യേക ഒരു ചായ്വുള്ളത് കൊണ്ട് ന്യായപ്രമാണത്തിന്റെ തുല്യമായ ചില പുതിയ നിയമങ്ങൾ വിശ്വാസികളുടെ മേളിൽ അടിച്ചേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 2000 വർഷങ്ങളിൽ ഈ ലോകത്തിലുള്ള എല്ലാ ഡിനോമിനേഷൻസിലും ഇങ്ങനെ മനുഷ്യ നിർമ്മിത ആചാര അനുഷ്ഠാനങ്ങൾ, ചടങ്ങുകൾ അടിച്ചേൽപ്പിച്ചതായിട്ട് നാം കാണുന്നു. വേർപാട് സഭയിലും ഇംഗ്ലണ്ടിൽ തുടങ്ങിയ ആ വേർപാട്, കേരളത്തിലെ വേർപാട് പ്രസ്ഥാനം ഡിഫറൻ്റ് ആണെന്ന് ഓർപ്പിക്കട്ടെ. ഇംഗ്ലണ്ടിൽ തുടങ്ങിയ വേർപാട് പ്രസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങൾ അടിച്ചേൽപ്പിച്ച് ഒടുവിൽ
വേർപാട് പ്രസ്ഥാനത്തിൽ നിന്ന് എക്സ്ക്ലൂസീവ് ബ്രദറൻ എന്നും പറഞ്ഞ ഒരു ഗ്രൂപ്പ് മാറിപ്പോയി അവരൊരു കൾട്ട് തന്നെ, അല്ലെ ഫോൾസ് കൾട്ട് തന്നെ ആയി മാറിയിരിക്കുകയാണ്. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ മനസ്സിലാകാതെ വരുമ്പോൾ അത് മനുഷ്യനിർമ്മിത ചടങ്ങുകൾക്ക് കാരണമായി തീരും, അത് അടിമത്വത്തിന് കാരണമായി തീരും എന്ന് മനസ്സിലാക്കണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നാം എല്ലാവരും പഠിച്ചിരിക്കുകയും നമ്മുടെ മക്കളെ പഠിപ്പിച്ചിരിക്കുകയും നാം നമ്മുടെ ജീവിതത്തിൽ മനസ്സ വാച്യ കർമ്മണ പാലിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യം എല്ലാവരും ആഗ്രഹിക്കുന്നെങ്കിലും പല കാരണം കൊണ്ട് മനുഷ്യന് അടിമനുഖത്തോട് വലിയ പ്രേമമാണ്. ഞാൻ പ്രേമം എന്നുള്ള വാക്ക് മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്. എങ്ങനെങ്കിലും തിരിച്ച് ആ അടിമത്വം കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. പാടില്ല എന്ന് ദൈവാത്മാവ് ഗലാത്യ ലേഖനം 5:1 ഓർപ്പിക്കുന്നു. ഇതേ ഐഡിയാസ് മറ്റു പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 13 ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യമാണ്. നാം വായിക്കുന്നില്ല, നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യണം. റോമാലേഖനം 4:13. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 1-14 ക്രിസ്തുവിൽ നാം അവകാശമുള്ളവരായി തിരഞ്ഞെടുക്കപ്പെട്ടു. അത് കഴിഞ്ഞ് കുറച്ച് വാക്കുകൾ വിട്ടുകഴിഞ്ഞ് നമ്മുടെ അവകാശത്തിന്റെ ഉറപ്പായ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ഇടപെട്ടു. നമ്മൾ ആരാണെന്നുള്ളത് ദൈവാത്മാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വ്യക്തമാക്കി കഴിഞ്ഞ് പിന്നെയും മനുഷ്യനിർമ്മിത ചടങ്ങുകളിലോട്ട് പോകരുത് എന്ന് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നു. 1 യോഹന്നാൻ 3:1 നാം വായിക്കുന്നത്, 1 യോഹന്നാൻ 3:1, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്നേഹം എത്ര മഹത്തായിരിക്കുന്നെന്ന് നോക്കുവീൻ, ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം അത് മാത്രമല്ല നാം അത് തന്നെ ആകുന്നു. വിളിക്കപ്പെടുകയല്ല, വിളിക്കപ്പെടുന്നതുകൊണ്ട് മക്കളാകുകയല്ല, മക്കളായതുകൊണ്ട് വിളിക്കപ്പെടുകയാണ് എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. അത് ന്യായപ്രമാണത്തിന്റെ കാരണം കൊണ്ടല്ല, അത് കൃപയുടെ കാരണം കൊണ്ടാണ്. ക്ലോസിംഗിൽ, ഈ 3-ാം അധ്യായം ക്ലോസിംഗിൽ നമ്മൾ ഇതിനു മുൻപ് വായിച്ചിട്ടുള്ള ഒരു വാക്യം നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി 12:3. ഉൽപ്പത്തി 12:3 ഓർപ്പിക്കുന്നത്, ഭൂമിയിലെ സകല വംശങ്ങളും നിന്നിൽ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ആൻഡ് അബ്രഹാമിൽ കൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. കൃപായുഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നതിൽ കൂടെയാണ് നമുക്ക് ആ അനുഗ്രഹം ലഭിക്കുന്നത്. ഇതോടെ 3-ാം അധ്യായം കംപ്ലീറ്റ് ആയി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നാം 4-ാം അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 4-ാം അധ്യായം നമ്മളെ ചില പ്രാക്ടിക്കൽ കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. അതിനുവേണ്ടി പഴയ നിയമത്തിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങളൊക്കെ തരുന്നെങ്കിലും ആ ഉപദേശം എന്നുള്ള പോർഷൻ കഴിഞ്ഞ് അടുത്ത 2 അധ്യായങ്ങൾ പ്രാക്ടിക്കൽ ജീവിതത്തെക്കുറിച്ചാണ്. ജീവിതമില്ലാത്ത ഉപദേശം അത് ഡെഡ് ആണ്. ഉപദേശമില്ലാത്ത ജീവിതമോ അത് വിജാതീയരുടെ ജീവിതമാണ്. അവർക്ക് ജീവിതമുണ്ട്, ഉപദേശമില്ല. നമുക്ക് ഉപദേശവും ജീവിതവും രണ്ടും ഉണ്ടായിരിക്കണം എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഇക്കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.